സർ, അമെൻമെന്റ് ബില്ല് പാസ്സായ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇന്ന് ഈ മുനമ്പം ജനത കേരളം മൊത്തത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഈ മുനമ്പം ജയിച്ചതിൽ ഭയങ്കര ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. വളരെയേറെ ഈ 183 ദിവസം, അത് 73 ദിവസമൊക്കെ ആയിരുന്നു സമരം തുടങ്ങിയിട്ട്. ഈ പള്ളിമുറ്റത്തായതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ സംഘർഷമില്ലാതെ ഇന്ന് ഈ സമരം സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത്. 70 വർഷക്കാലമായി കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുക മാത്രമല്ല, ഇന്ത്യയിലുള്ള ജനത്തിനെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനൊരു തെളിവാണ് ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുനമ്പത്ത് പോയി കടന്നു വരികയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വരികയും അതുപോലെ എം.എൽ.എമാരും എം.പിമാരും ഇവിടെ വരികയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുകയും അതിനെതിരെ അവർ നിയമസഭയിലും പാർലമെൻറ്റിലും അവർ ശബ്ദിക്കുക ചെയ്തത്. ഈ മുനമ്പൻ ജനതയുടെ കണ്ണീരിൻ്റെ വില അവർ മനസ്സിലാക്കിയില്ല. ഇവിടെ ദൈവത്തിൽ ഒരു ചതി, ദൈവനാമത്തിൽ ഒരു ചതി എന്ന് പറഞ്ഞൊരു നാടകം ഇവിടെ അഭിനയിച്ചു. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ ആ 19 എം.പിമാരും അവർ എമ്പുരാനിൽ ഒരു ചതി, അവർക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ് സിനിമയായിരുന്നു അവർക്ക് വലുത്. അതല്ലാതെ അവർ ഈ മുനമ്പത്തുള്ള ഇവരെ സാധാരണക്കാരായ ജനത്തിൻ്റെ കണ്ണീരല്ല അവർ കണ്ടത്. അന്നേരം അവർ സിനിമയാണ്, സഭ നിർത്തിവെച്ച് സിനിമയുടെ കാര്യം പറയണമെന്നാണ് നമ്മുടെ ഈ 19 എം.പിമാർ സംസാരിച്ചത്. പക്ഷേ ഈ 19 എം.പിമാർ ഇവരുടെ ഇന്ന് ഫ്ലൈറ്റിൽ ഒന്നിച്ച് കയറിയാൽ തീർച്ചയായും അവർ കരിഞ്ഞ് താഴെ വീഴും. ഇവരുടെ കണ്ണീരിൽ ചാലിക്കേണ്ടവരും അവരുടെ ചാരം. അതിന് മാത്രം അവർ നമ്മുടെ ജനതയെ, നമ്മുടെ ഈ കേരളത്തിലെ 19 എം.പിമാരും കേരളത്തിൽ മാത്രമല്ല ലോകമാസകലം ചതിയാണ് ചെയ്തത്. മാത്രമല്ല മുനമ്പം എന്താണെന്നും മുനമ്പത്തെ ജനത്തിൻ്റെ അവസ്ഥ എന്താണെന്നും പ്രധാനമന്ത്രി മുതൽ പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ടത് എപ്പോഴും ഈ മുനമ്പം എന്ന് മാത്രമാണ് വേണ്ടത്. അത് അറിയപ്പെട്ടു. അത് ഈ മുനമ്പത്തുള്ള ജനങ്ങൾ, ഈ കണ്ണീരിലരിച്ച ജനങ്ങളാണ് ഈ മുനമ്പത്തെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ എത്തിക്കാൻ ഇടയായതും. അതിനുവേണ്ടി ബി.ജെ.പിയുടെ വക്താക്കൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി മുതൽ ജോർജ് കുര്യൻ, അതുപോലെ കേന്ദ്രത്തിൻ്റെ ആൾക്കാരും ബി.ജെ.പിയുടെ നേതാക്കന്മാരും, അതുപോലെ തന്നെ പി.സി. ജോർജ് സാറ്, അതുപോലെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് ഇന്നും എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അങ്ങോട്ടോട് സംസാരിക്കുന്ന ഒരു നേതാവ് നമ്മുടെ കേരളത്തിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് അവർ അന്തസ്സായിട്ട് തന്നെ അവർ വ്യക്തിത്വമുള്ള ആണത്തുള്ളൊരു നട്ടലുള്ളവരുമാണ്. അതുപോലെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആ ഒരു നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. ഇതുപോലൊരു പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ ഇതിന് മുൻപുണ്ടായിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. ഈ ബി.ജെ.പി. ഭരണം എന്നും നിലനിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇത് മുനമ്പൻ ജനത ഏതായാലും മാറി ചിന്തിക്കില്ല. ബി.ജെ.പിക്ക് വേണ്ടി അവർ പണിയെടുക്കും. ഇനി മുതൽ ബി.ജെ.പി. ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറും. ഇന്ത്യ എന്നല്ല, കേരളം എന്നല്ല, ലോകം മൊത്തത്തിൽ ബി.ജെ.പിക്ക് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സകല ചതിയും തട്ടിത്തെറിപ്പിച്ച് ഞങ്ങളിവിടെ ധൈര്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ മണി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഘോഷമാണ്. ഞങ്ങളൊത്തിരി ആഗ്രഹിച്ച കാര്യങ്ങളാണുള്ളത്. അതായത് നമ്മളുടെ നിന്ന് തട്ടിയെടുക്കാൻ പോയ സാധനമുള്ളത്, അതിന് നമ്മളാ രക്ഷിക്കാൻ വേണ്ടി പറ്റിയ ആളുണ്ടായിരുന്നു. അവരെന്തോ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അവരും ചേർന്ന് നിന്ന ഒന്നും അറിയില്ലാണ്ടല്ല, അറിയാം. പിന്നെ ശരിക്കും തീരദേശക്കാര് എപ്പോഴും ഇടത് വലത് എന്നതിൽ ഉറച്ചു നിന്ന ആൾക്കാരായിരുന്നല്ലോ. ഇപ്പം ഈ സാഹചര്യം അതിനൊരു മാറ്റം വരുത്തിയെന്നാണ്. അതേ, മാറ്റം വരുത്തിയാണല്ലോ. അത് ഓരോരുത്തരുടെ വേദങ്ങളാണല്ലോ പുറത്തേക്ക് വന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വിഷമിച്ച ആൾക്കാർ, രക്ഷിക്കുമെന്ന് വിചാരിച്ച ആൾക്കാർ രക്ഷിച്ചില്ല. രക്ഷിക്കാൻ വന്ന ആൾക്കാർ അവർ നമ്മൾ രക്ഷിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ആളെല്ലാവരും അതല്ലേ നോക്കിക്കാണുന്നത്. നമ്മളിപ്പോൾ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ വികാരി അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നതിന് വേണ്ടി, അതായത് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ രമ്യമായിട്ട് ശാന്തമായിട്ട് എന്നാലാ നല്ല മൂർച്ചയോടുകൂടി തന്നെ പുള്ളി നിന്ന്. അതേപോലത്തെ അച്ഛനെ കിട്ടിയാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല, എങ്കിലും ഒരുപാട് ആൾക്കാർ വളരെ തുടക്കം മുതൽ അവസാനം വരെ
എന്നുള്ള രീതിയിൽ ഇപ്പോഴും കൂടെയുണ്ട്, എന്തിനും കൂടെയുണ്ട്. ഒപ്പമൊന്നും ആൾക്കാർ കണ്ടില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർ. പിന്നെ നമ്മളുടെ ഇതിൻ്റെ വിജയം എന്ന് പറയണത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സുരേഷ് സാർ ഇവിടെ വന്നിരുന്നു. പുള്ളി മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കൊരു മാതാവിനെ തന്നു. മാതാവിനെ ഇരിക്കണം ഇപ്പോൾ പ്രതീക്ഷിച്ചേക്കണത്. അതെ പുള്ളി ഗുണം തന്ന മാതാവാണ്. അപ്പോൾ നമ്മൾക്ക് എങ്കിലും ഇത്രത്തോളം അങ്ങോട്ട് കത്തിയുണ്ടായില്ല. പക്ഷേ ഇത് ശരിക്കും കത്തിക്കയറി. അതിനുശേഷം കേന്ദ്രമന്ത്രിമാർ ഒരുപാട് ആൾക്കാരിവിടെ വന്നു. ഈ ഒരുപാട് അവസരങ്ങൾ പലർക്കും കിട്ടി, അവരതൊന്നും ഉപയോഗിച്ചില്ല. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളുടെ വേദന അറിഞ്ഞില്ല. ഞങ്ങളുടെ സഹായം എല്ലാവർക്കും ആവശ്യമായിരുന്നു. ഒരു പ്രളയം വന്നപ്പോൾ ഞങ്ങൾ ആവശ്യമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഏറ്റവും മുകളിൽ ഞങ്ങളെ തലയിൽ കയറ്റി വെച്ച് ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ അവർ ഞങ്ങൾ തലയിൽ നിന്ന് ഇറക്കി വലിച്ചെറിഞ്ഞിട്ട പോലെ പോയി. അപ്പോൾ എന്തായാലും ചരിത്രമൊന്നും പറയാനില്ല. ഞങ്ങളെ രക്ഷിച്ചവർക്ക് വേണ്ടി, ഞങ്ങളെ കൂടെ നിന്നവർക്ക് വേണ്ടി ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി നന്ദി പറയുന്നു. നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം അത്ര പല രീതിയിലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ധാരണ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കടപ്പുറത്തായിരിക്കും തുറമ്പ് വരുള്ളത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ ശരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ മാറി, മക്കൾ വളർന്നു, മക്കളൊക്കെ വളരെ ഉന്നതത്തിലേക്ക് പഠിച്ച് നല്ല അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാത്തിലും നല്ല ബന്ധങ്ങളുണ്ട്. ഇവർ ചതികളൊക്കെ ശരിക്കും നോക്കി കണ്ട് മനസ്സിലാക്കാണ്ടായിരുന്നു. അതനുസരിച്ച് പ്രവർത്തിച്ച് വിജയം കണ്ട് ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷിക്കും. മുനമ്പം എന്നുള്ളത് മുമ്പ് മീനിൻ്റെ പേരിന് മാത്രമാണ്. മുനമ്പം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിരുന്നു. എവിടെ വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ബോർഡ് നോക്കി മുനമ്പം മീൻ. ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും മുനമ്പം വക്കപ്പ് എന്ന് കേൾക്കണതിലും കൂടുതൽ മുനമ്പം. പാർലമെൻറ്റിൽ ഇത്രയും ഈ സമരം ഇവിടെ തുടങ്ങിയ സമയത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ഡബാങ്കുത്ത് നടത്തണം എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ഈ ഡബാങ്കുത്ത് ഇപ്പോൾ എവിടത്തോളം ചെന്നെന്നും എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാവുന്നെന്നും ജനം കാണുന്നു. അപ്പം മുനമ്പത്തിൽ മീൻപിടുത്തക്കാർക്ക് ഈ വെള്ളപ്പൊക്കം വരുമ്പോഴും മാത്രമല്ല, അതിനുള്ള അല്ലാത്ത സമയത്തും വിലയുള്ളത്. ഇപ്പോഴും വിലയുണ്ട്. അത് ഞങ്ങളെ വിലയില്ലാത്തയാക്കിയ ഞങ്ങളുടെ ജനപ്രതിനിധികളുണ്ട്. അവർ ഞങ്ങൾ വിലയില്ലാതെയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അവർക്ക് ഞങ്ങളൊരു ഡിഗ്രിയും കൂടി കൊടുക്കാൻ പോവാണ്. എക്സ് MP എക്സ് MLA എന്നുള്ള കൊടുക്കാൻ പോകണം. അതായത് ഈ കൈ കൊണ്ട് അതും സാധിക്കും. വോട്ടില്ല. അത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇതുവരെയും അതിലും കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് തുടങ്ങി അങ്ങനെയുള്ള സ്ഥാനങ്ങളിലും മത്സരമായിരുന്നു. പക്ഷേ ഞാനടക്കം പറയുന്നു, ഒരു ഇതിൽ മരിക്കുന്നവരും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് വളരെ ഇതായിട്ട് നിന്ന BJP അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു. അത് ഞങ്ങൾ കാണുന്നു. ഇന്ന് രാജ്യസഭയിൽ ചർച്ച നടക്കുന്നു, രാജ്യസഭ പാസ്സാക്കുന്നു, നാളെ പ്രസിഡന്റ് ഒപ്പിടുന്നു. അതോടുകൂടി ഞങ്ങൾ ഇത് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ സന്തോഷിക്കാമല്ലോ. സമരം അവസാനിപ്പിക്കുന്ന ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സാധിച്ചു കിട്ടുന്നവരെ ഈ സമരം തുടരും. അത് സാധിച്ചു കിട്ടുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പം സന്തോഷങ്ങളുടെ ദിവസങ്ങളാണ്. അത് ഞങ്ങളിങ്ങനെ ഇപ്പം ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഇതുകളും അങ്ങനെ ആഘോഷങ്ങളും അങ്ങോട്ട് ആഘോഷങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ആ ദിവസങ്ങൾ ഇനി ഏതായാലും ഞങ്ങളുടെ പ്രതീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് ഉള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരം ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ ആരംഭിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രധാന വിജയം. അത് അല്ലെങ്കിൽ ഈ സമരം ഇന്ന് എവിടെ എത്തുന്നു എന്നല്ല, ഇത് ഉണ്ടാവില്ല. ഇത് ഒരു ആൾക്ക് ഒരു പോറലേൽക്കാതെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പോകാതെ, അല്ലെങ്കിൽ ഇന്ന് പല സമരങ്ങളിലും പൊളിക്കാനായിട്ടുള്ള സമരങ്ങൾ പല ആളുകളും നടത്തിയ സമരങ്ങളെല്ലാം പൊളിഞ്ഞു പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. പോലീസുകാർ തന്നെ വന്നുകൊണ്ടും കത്തിച്ച് കളഞ്ഞുകൊണ്ടും പോലീസ് ജീപ്പ് കത്തിച്ച് എന്നുള്ള സമരത്തിന് ഇതുകളുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ ഇത് കൊണ്ടുനടക്കാനായിട്ട് ഞങ്ങൾക്ക് നയിക്കാനായിട്ട് പറ്റിയൊരു വികാരിയച്ഛനും ഞങ്ങൾക്കുണ്ട്. പിന്തുണയുണ്ടായി. അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ എല്ലാം ഞങ്ങൾ വലിയ പ്രകടനങ്ങളും ഇത് നടക്കുമ്പോൾ ഞങ്ങളുടെ പുറകെ നടന്ന് അതുപോലെ നിയന്ത്രിക്കേണ്ട ആളുകളെ നിയന്ത്രിച്ചും പറഞ്ഞതെന്നും അദ്ദേഹത്തിന് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ വെട്ടിയാലും ചോരയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള മാതിരിയുള്ള അവസ്ഥകളായിരുന്നു. അതെല്ലാം മാറും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ സുരേഷ് ഗോപി അന്ന് വന്ന് ഇത് മാതാവിനെ ഇവിടെ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതാവുമല്ലോ. പക്ഷേ ഇന്നലെ സുരേഷ് ഗോപി വിളിച്ചു, ഇന്നലെ മാതാവിനടുത്ത് ഇവിടെ വെക്കൂ എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചു. ഞങ്ങളെ ബാധിച്ച കാര്യം 70% ഇന്ന് ഒരു 100-ലേക്ക് എത്തും. നാളെ നൂറ്റ് പാസ്സാവും. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ ചാനലുകാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതോടൊപ്പം ഞങ്ങളെ ഇത് ചെയ്ത ഞങ്ങൾക്കൊരു ഇതുണ്ട്, നന്ദി, തിരിച്ചുള്ള നന്ദി.
അത് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവും. അത് ഇപ്പം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, BJP-നോട് കടപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങളിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളി ഒന്നും മത്സ്യം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, അവർ ഒരാളും ചതിക്കില്ല, കടലമ്മ ചതിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളും അത് വാക്കാണെന്ന്.